അസ്സലാമു അലൈക്കും. ഇതെന്താ അറിയോ? ചായ, നല്ല ചൂടുള്ള ചായ. ഇതവിടെ നിൽക്കട്ടെ. ഇത് ലോകത്തിലെ ആദ്യത്തെ മില്യണറായിട്ടുള്ള ആൻഡ്രൂ കാർനെഗി മുതൽ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ മില്യണേഴ്സിനെയും വിജയിച്ചിട്ടുള്ള ആളുകളെയും കുറിച്ച് പഠിക്കാൻ 20 വർഷത്തോളം മാറ്റിവെച്ച് അവരുടെ വിജയത്തിന് പിന്നിലെ കാരണങ്ങൾ കുറിച്ചിട്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ 100 മില്യണിലധികം കോപ്പീസ് വിറ്റഴിക്കപ്പെട്ട, ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചവരെ സൃഷ്ടിച്ച നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകമാണിത്. ഇനി പറയാൻ പോകുന്ന പലതും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്പർ 1, ഇമാജിൻ യുവർ സെൽഫ് സക്സസ്ഫുൾ. നിങ്ങൾ എന്തായിത്തീരാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ, ഇമാജിൻ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ എത്തും. ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളേജ് എന്ന് ഐൻസ്റ്റീൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ആരൊക്കെ എടുത്ത് നോക്കിക്കോ, ലോകത്ത് വിജയിച്ചിട്ടുള്ള ഏതൊരു ലീഡർ ആവട്ടെ, അവരൊക്കെ ഗ്രേറ്റ് ഡ്രീമേഴ്സ് ആയിരുന്നു. 4ാം ക്ലാസ്സിൽ തോറ്റ് കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് മുകളിലേക്ക് നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്. എന്ത് സ്വപ്നം? ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനിയുടെ മുതലാളിയാകാനാണെന്ന് പറഞ്ഞപ്പോൾ മുഖത്തേക്ക് നോക്കി കാർക്കിച്ച് തുപ്പിയ, ഇന്ന് അമേരിക്കയുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയ, 2 തവണ അമേരിക്കൻ പ്രസിഡന്റുമാർ ഡിന്നറിന് വിളിച്ചപ്പോൾ വരില്ലെന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച ഫോർഡിൻ്റെ മുതലാളി ഹെൻറി ഫോർഡിൻ്റെ മുതലാളിയാകുമെന്ന് പണ്ടേ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. ദാറ്റ് ഈസ് ദി പവർ ഓഫ് ഇമാജിനേഷൻ. നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കൗല പറഞ്ഞതും വെറുതെ അല്ല മക്കളെ. ഇനി നമുക്ക് നമ്മുടെ ചായയിലേക്ക് വരാം. ഇതെന്തായിരുന്നു? നല്ല ചൂടുള്ള ചായ. എന്നാൽ ഇപ്പോഴോ എന്തായി? ചൂടാറിപ്പോയി. കുറച്ച് ചൂടാറില്ലേ? എന്തേ കാരണം? ഈ ചായക്ക് ചുറ്റുമുള്ള പരിസരം ചായയേക്കാൾ ചൂട് കുറവായപ്പോൾ ചായ ഓട്ടോമാറ്റിക്കലി ചായയുടെ ചൂടും കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മുടെ ചുറ്റുമുള്ളവരുടെ ക്വാളിറ്റി കുറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ളവരുടെ ക്വാളിറ്റി കൂട്ടണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിറ്റിയും കൂടും. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ മില്യണർ എന്ന് പറഞ്ഞ ആൻഡ്രൂ കാർനെഗി, അദ്ദേഹം എന്ത് ബിസിനസ്സുകാരനായിരുന്നു? സ്റ്റീൽ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് സ്റ്റീലിനെ കുറിച്ച് ഒരു ചുക്ക് അറിയില്ലായിരുന്നു. ബട്ട് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച്, അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾ അദ്ദേഹം അവരെ കൂടെ കൂട്ടി. അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ മില്യണറായിട്ട് മാറി. എന്തേ പറ്റിയേ? ചുറ്റുമുള്ളവരുടെ ക്വാളിറ്റി കൂട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും കൂടി. OQP എന്താ? ഓൺലി ക്വാളിറ്റി പീപ്പിൾ. ഓൺലി ക്വാളിറ്റി പീപ്പിൾ. OQP പ്രിൻസിപ്പിൾ നമുക്ക് ഓർമ്മ വേണം. 11 വർഷത്തോളം യാഹൂയിൽ വർക്ക് ചെയ്തിട്ടേ പിന്നീട് അദ്ദേഹം ട്വിറ്ററിൽ ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് പുറത്താക്കി. അതേ ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചിട്ടു, ട്വിറ്റർ റിജക്റ്റഡ് മീ. അടുത്തതായിട്ട് ഫേസ്ബുക്കിൽ പോവാണ്. ഫേസ്ബുക്കിനോട് ജോലി ചോദിച്ചപ്പോൾ യോഗ്യതയില്ലെന്നും പറഞ്ഞ് ഫേസ്ബുക്ക് അവിടുന്ന് പുറത്താക്കി. അതേ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു, ഫേസ്ബുക്ക് റിജക്റ്റഡ് മീ. ഇങ്ങനെ ഓരോ തോൽവികളും ഒരു സങ്കടവുമില്ലാതെ, തോൽവികൾക്ക് മുൻപിൽ തകരാതെ ആ മനുഷ്യൻ പിന്നീടുള്ള 5 വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അദ്ദേഹം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. ആപ്പ് വാങ്ങിക്കാനേ അന്ന് യോഗ്യതയില്ലെന്നും പറഞ്ഞൊരു മനുഷ്യന്മാരുണ്ടായിരുന്നല്ലോ, ഫേസ്ബുക്കിൻ്റെ അമ്മാവന്മാർ. അവർ വന്നിട്ടേ $19 ബില്യൺ കൊടുത്തിട്ടാണ് ആപ്പ് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. ഏതായിരുന്നു ആപ്പ് എന്നറിയോ? ഏതാ? ഇവിടെ വരാൻ തരുന്നുണ്ടോ? വരട്ടെ, പറഞ്ഞേരെ. കമോൺ. പറയട്ടെ. വാട്സപ്പ്. മാഷാ അല്ലാഹ്, വാട്സപ്പ്. ഉത്തരം സിമ്പിൾ ആണല്ലേ? പോലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മില്യണേഴ്സിനെയും വിജയിച്ചിട്ടുള്ള ആളുകളെയും സൃഷ്ടിച്ച ഈ പുസ്തകം. മാഷാ അല്ലാഹ്, ഗ്രേറ്റ്. ഈ ഒരു വാട്സപ്പ് എന്ന് പറഞ്ഞ എന്തിനാ ഗിഫ്റ്റ് കൊടുത്തിരുന്നില്ലേ? ചിലരോടും ചോദിക്കുന്നുണ്ട്. പറയട്ടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തോറ്റു പോകാനുള്ള കാരണമായിട്ട് സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്താ അറിയോ? 1, ഫിയർ ഓഫ് മിസ്റ്റേക്ക്. 2, ഫിയർ ഓഫ് ഫെയിലിയർ.
തോറ്റുപോകുമെന്ന് പേടി. ഇവിടെ ഇരിക്കുന്ന അധികം ആളുകൾക്കും അറിയാം ഇതിന്റെ ഉത്തരം വാട്സപ്പ് ആണെന്നില്ലേ. എന്നാൽ ഇവിടെ നിന്ന് വന്ന് പറയാൻ ഞാൻ പറഞ്ഞ തോറ്റുപോകുന്നു, ഉത്തരം പറഞ്ഞിട്ടില്ല, അതിനു മുമ്പേ തെറ്റിപ്പോകുമോ എന്ന് പേടി. ഒരു ബിസിനസ് തുടങ്ങിയിട്ടില്ല, എക്സാം എഴുതിയിട്ടില്ല, അതിനു മുൻപേ എന്താണ്, തോറ്റുപോകുമെന്ന് പേടി. ആ ഫിയർ ഓഫ് മിസ്റ്റേക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നതിനാണ് അത് കൊടുത്തത്. ഓക്കെ, യു ഡിസേർവ് ഇറ്റ് മാൻ, യു ഡിസേർവ് ഇറ്റ്. ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഫെയിലിയർ, നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഓരോ കാര്യങ്ങളും, നമ്മൾ ഓരോ പ്ലാനുകളും എന്തായിരിക്കണം, കറക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഒരു പ്ലാന് കൊള്ളാകുമ്പോൾ, അത് സക്സസ് ആവാതിരിക്കുമ്പോൾ അടുത്ത പ്ലാൻ അതിലും ശക്തമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ ഓരോ പ്ലാനുമായിട്ട് ശക്തമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ, ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഈ ക്രമത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ അത്ര പെട്ടെന്ന് വിജയിക്കണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? കേരള ബ്ലാസ്റ്റേഴ്സിനെ അറിയില്ലേ? നമ്മുടെ കേരളത്തിന്റെ ടീമാണല്ലേ. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര തവണ തോറ്റേ? 4 2 തവണ ഫൈനലിൽ തോറ്റല്ലേ. 2014 2016 അവസാനമായിട്ടല്ലേ. ഓക്കെ, 2016 തോറ്റ സമയത്ത് അന്നത്തെ ഓണറായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തോറ്റ് സങ്കടത്തോടെ നിൽക്കുന്ന ടീമംഗങ്ങൾ അടുത്ത് വന്നിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നൊരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? സച്ചിൻ പറയാണ്, മക്കളെ ഡോണ്ട് വറി, വിഷമിക്കണ്ട, ഞാനേ ഒരു വേൾഡ് കപ്പ് മേടിക്കാനേ 20 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. 20 വർഷത്തോളം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും, ശക്തമായിട്ട് നമ്മൾ വർക്ക് ചെയ്താലും, പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താലും ചിലപ്പോൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വിറ്റ് ചെയ്യാതെ ക്ഷമയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ വിജയം നമ്മൾക്ക് മാത്രമുള്ളതായിരിക്കും. താങ്ക് യു. അസ്സലാമു അലൈക്കും.